സംഗതി എന്നുള്ളതൊന്നും? ഒന്ന് വാർത്ത കൊടുക്കാം, അത് മാധ്യമപ്രവർത്തകർക്ക് വാർത്ത കൊടുക്കാം. പക്ഷെ വാർത്ത കൊടുക്കുന്ന സമയത്ത് ആളുകളെ പറ്റി സംസാരിക്കുമ്പോഴും അവരുടെ ഓരോ ആളുകളെ പറ്റി സംസാരിക്കുമ്പോൾ അത് സത്യസന്ധമാണോ അതെന്താണ് എന്നുള്ളതിന്റെ വിലയിരുത്തൽ എല്ലാവരും നടത്തുന്നത് ഗുണപരമാണ്. ഒന്ന്, പ്രണവ് സി ഹരി എന്ന് പറയുന്ന പയ്യൻ, ആ പയ്യൻ ദുരന്തത്തിന് ശേഷം ഞാൻ നടത്തിയ വിദ്യാഭ്യാസ പദ്ധതിയുടെ നെടുന്തൂണായ പയ്യൻ. വിവിധ സ്ഥാപനങ്ങളും ഈ കുട്ടികളുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും, ഇയാള് തക്കല കന്യാകുമാരി നിഷ് യൂണിവേഴ്സിറ്റിയുടെ ഏകോപനം, ഏനപ്പൊയ്യ യൂണിവേഴ്സിറ്റിയുടെ ഏകോപനം, ഫറൂഖ് കോളേജ് ഉൾപ്പെടെ വിവിധ സ്ഥാപനങ്ങളുമായിട്ടുള്ള ഡോൺ ബോസ്കോ എല്ലാ സ്ഥാപനങ്ങളുമായിട്ടുള്ള ഏകോപനം, ഇതെല്ലാം നടത്തി എന്റെ വിദ്യാഭ്യാസ പദ്ധതിയുടെ പ്രവർത്തനത്തിൽ എല്ലാ ഏകോപനത്തിനും നേതൃത്വം കൊടുക്കുന്ന ടീം ഹെഡായി പ്രവർത്തിക്കുന്ന ആളാണ് അഡ്വക്കേറ്റ് പ്രണവ് സി ഹരി. അദ്ദേഹം അമിതി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അദ്ദേഹത്തെ ഒരു ബിസിനസ്സുകാരനായിട്ടാണ് വാർത്തയിൽ ചിത്രീകരിച്ചത്. ഞാൻ അദ്ദേഹത്തിന്റെ അക്കാഡമിക് ക്രെഡൻഷ്യൽ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കുക. ഒന്ന്, അമിതി യൂണിവേഴ്സിറ്റിയിലെ LLB റാങ്ക് ഹോൾഡറാണ്, 3rd റാങ്ക് ഹോൾഡറാണ് അദ്ദേഹം. 2 ബാച്ചിലർ ഓഫ് എക്കണോമിക്സും അതുപോലെ ബാച്ചിലർ ഓഫ് ലോയും കഴിഞ്ഞതിന് ശേഷം LLM കഴിയുകയും ആ LLM കഴിഞ്ഞതിന് ശേഷം ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ഇന്ത്യൻ ലോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ സൈബർ സെക്യൂരിറ്റി ആൻഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് അതും കഴിഞ്ഞതായ മിടുക്കനായിട്ടുള്ള ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റ് ഉള്ളതായ മിടുക്കനായ പയ്യനാണ്. ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് റിസ്ക് മാനേജ്മെന്റിലും ക്വാളിറ്റി മാനേജ്മെന്റിലും ഫസ്റ്റ് റാങ്കോടുകൂടി പാസ്സായിട്ടുള്ള ആളാണ് ഈ പ്രണവ് സി ഹരി. നല്ല അക്കാഡമിക് ക്രെഡൻഷ്യലുള്ള, നല്ല കൊള്ളാവുന്ന ഇന്റഗ്രിറ്റിയുള്ള, കൊള്ളാവുന്ന മിടുക്കനായിട്ടുള്ള പയ്യൻ. വാർത്തയിൽ പറഞ്ഞത് ഞാൻ മുഖ്യമന്ത്രിയോട് ശുപാർശ ചെയ്തു എന്നുള്ളതാണ്. അത് മുഖ്യമന്ത്രിയാണ് മറുപടി പറയേണ്ടത്. ഞാൻ അങ്ങനെ ശുപാർശ ചെയ്തിട്ടില്ല. ഒന്ന്, ശുപാർശ ചെയ്യേണ്ട സമയത്ത് ഞാൻ ശുപാർശ ചെയ്യും, അത് വേറെ കാര്യം. പക്ഷേ ഇപ്പൊ ശുപാർശ ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്ത തീർത്തും തെറ്റാണ്. അക്കാഡമിക്കലി ഹൈ ക്രെഡൻഷ്യലുള്ള ഒരു ദുരന്തത്തിന്റെ മുഴുവൻ ദുരന്തബാധിതരായ കുട്ടികളെയും പഠിപ്പിക്കാനുള്ള ഏകോപന പ്രവർത്തനങ്ങൾക്ക് മുഴുവൻ നേതൃത്വം കൊടുത്ത ഒരു കൊള്ളാവുന്ന ഒരാളെ ഇങ്ങനെ ഒരു നെഗറ്റീവ് വാർത്തയിലേക്ക് കൊണ്ടുവന്ന് ചിത്രീകരിച്ചത് ഒരു കാരണവശാലും ഉചിതമായ ഒരു സമീപനമായില്ല എന്ന് വളരെയധികം വിഷമത്തോടുകൂടി നിങ്ങളോട് പങ്കുവെക്കുക. ഗൗരവത്തിലെടുക്കുന്നില്ല, വിഷമത്തോടുകൂടി പങ്കുവെക്കുക. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.